ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയും അതുപോലെ തന്നെ വിക്രമുമായിട്ടുള്ള ചില രസകരമായ നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. ഇരുവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു പ്രണയം തുറന്നു പറയുന്ന ആ ഒരു സന്ദർഭങ്ങളൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇരുവരും ഒരു റൂമിൽ ഒറ്റയ്ക്ക് തനിച്ച് മറ്റാരുമില്ലാതെ ഇരിക്കുമ്പോൾ പരസ്പരം ഇത്രയും നാളും തങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു പ്രണയം മുഴുവനും തുറന്നു പറയാൻ കേട്ടോ വേദയാണെങ്കിലും വിക്രമാണെങ്കിലും ആ കണ്ണുകളിലൂടെ തന്നെ അവർക്ക് തങ്ങളിലുള്ള ആ ഒരു പ്രണയം മനസ്സിലാകുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഈ ഒരു ത്യാഗവും ഈ ഒരു സഹനവും ഒക്കെ തന്നെ വിക്രമിന് വല്ലാത്ത ഒരു പ്രണയം വേദയോട് തോന്നാൻ വേണ്ടിയിട്ട് കാരണമാകുകയാണ് കേട്ടോ. അങ്ങനെ പരസ്പരം ഇനി പിരിയാൻ കഴിയാത്ത വിധം അടുക്കുകയാണ് വേദയും വിക്രമും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെ പരിചരിക്കുന്ന വേദനയാണ് കേട്ടോ. വേദയാണെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെ വിക്രമിനെ നെഞ്ചോട് ചേർത്ത് പരിചരിക്കുന്നുണ്ട് കേട്ടോ. വിക്രമിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ വിക്രമിൻ്റെ ഭക്ഷണം വാരി കൊടുക്കുന്നു. അതുപോലെ തന്നെ വിക്രമിൻ്റെ കാലിൽ കുഴമ്പ് പുരട്ടി കൊടുക്കുന്നു, മരുന്നുകൾ സദാസമയം കൊടുക്കുന്നു, ചോറ് വാരി കൊടുക്കുന്നു. അങ്ങനെ എല്ലാം തന്നെ നോക്കി ചെയ്യുന്ന വേദേനെ വിക്രമിന് ഒരുപാടങ്ങ് ഇഷ്ടമാകുകയാണ് കേട്ടോ. ഒരിക്കലും തന്നെ വിട്ട് പിരിയരുതെന്ന് വിക്രം പറയുന്നുണ്ട്. ഇതേ സമയത്ത് താൻ എന്തിനാണ് എന്നെ വിട്ടു പോയതെന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ അസാന്നിധ്യത്തിലാണ് താൻ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വിക്രം പറയുമ്പോൾ വേദയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാർ വേദയുടെ അടുക്കൽ വേദ വിക്രമിനെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നൊരു സംശയം തോന്നി വേദയുടെ മുറിയും ആ ഒരു വീടും ഒക്കെ സെർച്ച് ചെയ്യാൻ എത്തുമ്പോൾ അറിയാതെ അബദ്ധത്തിൽ വേദയുടെ കൈ ഡോറിനിടയിൽ പോകുന്നുണ്ട് കേട്ടോ. വിക്രം അടയ്ക്കുമ്പോൾ ആ ഒരു ഡോറിനിടയിൽ പോകുകയാണ്. വേദയുടെ വിരളെ അങ്ങനെ ചുമന്ന് തടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വിക്രമിൻ്റെ അടുക്കൽ വേദ വരുമ്പോൾ വേദയുടെ കൈ ഇങ്ങനെ പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സങ്കടമാകാണ് കേട്ടോ വിക്രമിന്. എന്തായാലും തനിക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, നീ ഇത്രയും ത്യാഗം സ്നേഹിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി ഇന്നേ വരെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ നിനക്ക് സപ്പോർട്ട് ചെയ്തൊരു വാക്കുപോലും ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ താൻ എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്യുന്നുണ്ടല്ലോ, തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ ഒരാളെ ഞാൻ പ്രണയിച്ചിട്ടില്ല. അച്ഛനും അമ്മയും വിവാഹം കാണിച്ചു തരുന്ന ആളെ വിവാഹം ചെയ്യണമെന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ, അതാരായാലും. പക്ഷേ പെട്ടെന്നൊരു സന്ദർഭത്തിൽ വിക്രമിൻ്റെ കഴുത്തിൽ താലി ചാർത്തി. വിക്രമിൻ്റെ മനസ്സും വിക്രം ആരാണെന്നും വിക്രമിനെ കൂടുതൽ അടുത്തറിയുകയും ചെയ്തപ്പോൾ വിക്രം തന്നെയാണ് എനിക്ക് ചേരുന്ന ഒരാളെന്ന് ഞാൻ മനസ്സിലാക്കി. ഈശ്വരനാണല്ലോ നമ്മെ ചേർത്തത്. ഈശ്വരൻ്റെ സന്നിധിയിൽ വെച്ച് അബദ്ധത്തിലാണെങ്കിലും നമ്മൾ ഒരുമിച്ചവരല്ലേ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇനി എൻ്റെ ജീവിതത്തിലുടനീളം വിക്രം മാത്രമായിരിക്കും എൻ്റെ പാതി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ താൻ എന്തിനാ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോയത്? താൻ എന്നിൽ നിന്നും വിട്ടുവന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് പിന്നെ ഞാനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് വിക്രമിന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല, ഡിവോഴ്സ് നോട്ടീസിൽ താനല്ലേ ഒപ്പിട്ടത്? അതെ, ഞാൻ തന്നെ ഒപ്പിട്ടത്. പക്ഷേ മറ്റൊരാളുടെ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങേണ്ടി വന്നതാ. ഭീഷണിക്ക് മുമ്പിലോ? എന്ത് ഭീഷണി? അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അച്ഛനെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളും തടവിലാക്കിയ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ വിക്രമിനോട് പറയുകയാണേ. ഈ സമയത്ത് വിക്രം ചോദിക്കുന്നത്, ഇത്രമാത്രം നിൻ്റെ ഏട്ടന് എന്നോട് ശത്രുത വരാൻ എന്താ കാരണം? ഞാനൊരു ഗുണ്ടയാണെന്ന് കരുതിയിട്ടാണോ? അളിയനാണെന്ന് പറയാൻ നാണക്കേട് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, അതും ഒരു വശത്ത് എന്ന് ചിന്തിച്ചോ. പക്ഷേ സ്വത്തുക്കളുടെ കാര്യം വരുമ്പോൾ ഏട്ടനും പെങ്ങളും അനിയത്തിമാരും ഒക്കെ അതങ്ങ് മാറി നിൽക്കും. അവിടെ സ്വത്ത് മാത്രമേ ഉള്ളൂ. രക്തബന്ധങ്ങൾക്കോ കുടുംബ ബന്ധങ്ങൾക്കോ ഒന്നും അവിടെ ഒരു വിലയുണ്ടാവില്ല. മുത്തശ്ശൻ എൻ്റെ പേരിൽ കുറച്ച് സ്വത്ത് വകകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൈവിട്ടു പോകുന്ന ആ ഒരു പേടികൊണ്ടാണ് ആശാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, അപ്പോൾ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുക ശ്രീകാന്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിലും ശ്രീകാന്തിൻ്റെ ഒരു കൈകടത്തിലുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് എന്നൊക്കെ വേദയും വിക്രമും പറയാൻ കേട്ടോ. അപ്പോൾ വേദയും പറയുന്നുണ്ട്, അത് ഞാൻ ചിന്തിച്ചിരുന്നു. വിക്രമിനോട് ആകെ ശത്രുത ശ്രീയേട്ടന് മാത്രം. അപ്പോൾ ശ്രീയേട്ടൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഒരാളെ കൊല്ലാൻ ശ്രീയേട്ടൻ തുനിയോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, എന്തായാലും താൻ അപ്പോൾ ശ്രീകാന്തിൻ്റെ ഒരു ഭീഷണിക്ക് പകരമാണ് താൻ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ, ഒരിക്കലും താൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ജന്മത്തിൽ എൻ്റെ ഭർത്താവ് എന്നൊരിതുണ്ടെങ്കിൽ അത് വിക്രം മാത്രമായിരിക്കും. പിന്നെ അന്ന് അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നു.
ആ സംഭവങ്ങളെല്ലാം തെറ്റിതിരുത്തി തിരികെ ഞാൻ വിക്രമിൻ്റെ വീട്ടിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരങ്ങേറത്. എന്തായാലും സാരമില്ല, എല്ലാം കലങ്ങി തെളിയും. പെട്ടെന്ന് തന്നെ വിക്രം നിരപരാധിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ വീട്ടിലേക്ക് പോകത്തില്ലയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിക്രമിന് ഒരുപാട് സന്തോഷമാകണേ. അപ്പോൾ താൻ ഇതെല്ലാം കഴിയുമ്പോൾ എൻ്റെ കൂടെ വരുമല്ലേ? പിന്നെ വരാതെ പിന്നെ ഞാൻ പിന്നെ എവിടെ താമസിക്കുന്നത്? എൻ്റെ വിക്രമിൻ്റെ വീട്ടിലല്ലേ ഞാൻ താമസിക്കാൻ പറ്റുള്ളൂ. ഞാൻ വിക്രമിൻ്റെ ഭാര്യയല്ലേ. വേറെ ഒരു കാര്യത്തിലും ഇല്ലെങ്കിലും പേരില്ലെങ്കിലും ഭാര്യ പദവി ഉണ്ടല്ലോ എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് താൻ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. അപ്പോൾ താൻ എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ ചെവിയിൽ ഇപ്പോഴും താൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. താനെന്ന് പറഞ്ഞില്ലേ തന്നെ ഞാൻ വിളിക്കാൻ വന്നപ്പോൾ 1 വർഷക്കാലമായിട്ട് നമ്മൾ ഇന്നേ വരെ ഒരു നിമിഷം പോലും ഭാര്യഭർത്താക്കന്മാരായിട്ട് ജീവിച്ചില്ല എന്ന്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, താനെന്ന് പറഞ്ഞില്ലേ എന്നോട് 1 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ താൻ ചോദിച്ചില്ലേ? അതിപ്പോഴും എൻ്റെ മനസ്സിന് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ഞാൻ നിരപരാധിയാണെന്ന് കേസിൽ തെളിഞ്ഞു കഴിയുമ്പോഴത്തേനും തന്നെയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് പോകുമല്ലോ. അന്ന് മുതലായിരിക്കും നമ്മളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയ്ക്കും ഒരുപാട് സന്തോഷമൊക്കെ ആകുകയാണ്. അങ്ങനെ വേദയുടെ കൈയൊക്കെ കണ്ടിട്ട് നമ്മുടെ വിക്രമിന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് തടവിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേദ ചോറ് വാരി കൊടുക്കുമ്പോഴൊക്കെ വിക്രം വേദയുടെ കയ്യിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള സ്റ്റോറി ആയിരിക്കും ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ വേദയും അതുപോലെ തന്നെ ദർശനം കൂടെ കേസൊക്കെ തെളിയിക്കുകയാണ്. വിക്രം നിരപരാധിയാണെന്ന് CCTV ദൃശ്യങ്ങളിലൂടെയും ഒക്കെയുള്ള നല്ല തെളിവുകളോടുകൂടിയൊക്കെ തന്നെ കോടതി വെറുതെ വിടുകയാണ് കേട്ടോ. അതേസമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഇതിൽ പങ്കു ചേർന്നിട്ടുണ്ടെന്ന് കേസിൽ വിധി വന്നെങ്കിലും ശ്രീകാന്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുകയാണ് കേട്ടോ പണത്തിൻ്റെ ബലം കൊണ്ട്. അങ്ങനെ നമ്മുടെ ശങ്കരനാരായണനും ശ്രീകാന്തിനെ വിശ്വസിക്കുകയാണ്. വേദയും വിക്രമും കൂടെ ചേർന്നിട്ട് ശ്രീകാന്തിനെ കുടുക്കിയതാണെന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ വേദേനെ എതിർക്കുന്നുണ്ട് കേട്ടോ. അതായത് വേദയോട് തോന്നിയ ഒരു സ്നേഹവും ഇതെല്ലാം പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശങ്കരനാരായണനാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിന് സപ്പോർട്ടായിരിക്കും. ശ്രീകാന്ത് കുറേ കഥകളൊക്കെ പറഞ്ഞ് ശങ്കരനാരായണനെ വിശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അങ്ങനെ വാസുവനാണെങ്കിലും ശ്രീകാന്തിനെ കൊല്ലാനൊക്കെ ആയിട്ട് നടക്കുന്ന സ്റ്റോറീസൊക്കെ ആയിരിക്കും കേട്ടോ പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ വിക്രമിൻ്റെ കൂടെ എല്ലാത്തിനും വാസുവൻ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. വിക്രം തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കിയപ്പം വിക്രമിനെ ഒരുപാട് ദ്രോഹിക്കുകയൊക്കെ ചെയ്തല്ലോ, അതിനൊക്കെ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് വാസുവൻ. അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാൻ കേട്ടോ നമ്മുടെ വേദയും വിക്രമും വീട്ടിലേക്ക് ചെന്നതിന് ശേഷം നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഇനി തൻ്റെ കിടപ്പ് തറയിലാക്കണമെന്നില്ല കേട്ടോ, ഈ കട്ടിൽ തന്നെ കിടന്നോ, അതിന് താൻ എന്തുകൊണ്ടും അർഹയാണ് എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഇത്രയും നാളും എങ്ങനെയാണോ അങ്ങനെ തന്നെ പോയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ മനസ്സുകൾക്ക് തമ്മിലൊരു അകലയില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം, ഇനിയും കുറച്ച് നമ്മുടെ ജീവിതം ഒന്ന് മുൻപോട്ട് പോകാനുണ്ട്, അതിന് കുറച്ച് പടികൾ കൂടി കടക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എല്ലാ കടമ്പകളും കടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്തായാലും എല്ലാവരുടെ ആഗ്രഹപ്രകാരം നമുക്ക് സന്തോഷത്തോടെ ഇനി മുതൽ അങ്ങോട്ട് ജീവിക്കണം, അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ, അതുകൊണ്ട് നീ ഇനി ഇവിടെ കിടന്നാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ, ഇനി ഒരു അന്തരം നമ്മൾക്കിടയിൽ വേണ്ടാന്ന് പറയാണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ പറയുന്നുണ്ട്, വേദ വിക്രമിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്കൊരു കുഞ്ഞു വിക്രമിനെ തരുമോ എന്ന്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അതെന്താടോ ഇപ്പോൾ തനിക്ക് അങ്ങനെ തോന്നാൻ? അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് എന്തായാലും എനിക്കൊരു തോന്നല്, എനിക്കൊരു കുഞ്ഞു വിക്രമിനെ വേണമെന്ന്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതിനെന്താ, നമുക്കൊരു കുഞ്ഞു വിക്രം ഉടനെ തന്നെ എത്തും എന്നൊക്കെ പറയണം. അങ്ങനെ വളരെ സന്തോഷത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ വേദയും വിക്രമും പിന്നീട് ഒരുമിച്ചായിരിക്കും കേട്ടോ കട്ടിലേക്ക് ആയിരിക്കും കിടക്കുന്നതൊക്കെ. അപ്പോൾ വേദ ഈ വിക്രമിനോട് ഇങ്ങനെ ചോദിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമലാമ്മ നമ്മുടെ വേദയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇനിയും ഒഴിഞ്ഞു മാറി നിന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ ജീവിതം തുടങ്ങേണ്ട സമയം കഴിഞ്ഞു, ഇനി നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു കണ്ണൻ കൂടി വരേണ്ടതുണ്ട്, അപ്പോൾ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയും എന്നൊക്കെ പറയണം. അപ്പോൾ വിക്രമിന് നല്ലൊരു ജോലി, ഇതൊക്കെ ഇനി അതിന് പിന്നാലെ വന്നോളും, അതുകൊണ്ട് മോളൊന്ന് മനസ്സ് വെക്കണം, വിക്രമിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം, എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, മോളോടല്ലേ എനിക്ക് എന്തും തുറന്ന് സംസാരിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ കമലാമ്മ തന്നെ പറയുന്നുണ്ട്, മാഷും പറഞ്ഞിരുന്നു വിക്രമിൻ്റെ ഒരു കുഞ്ഞിനെ കാണണം, മാഷിൻ്റെ വല്ലാത്ത ആഗ്രഹമാണെന്ന്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞു കണ്ണനെ നിങ്ങൾ തരണം എന്നൊക്കെ പറയാണ്. ആ ഒരു കാര്യം കേട്ടിട്ടായിരിക്കട്ടോ നമ്മുടെ വേദയ്ക്കും ഒരു കുഞ്ഞിനോടുള്ള ഒരു ആഗ്രഹവും ഇതൊക്കെ തോന്നുന്നത്. അങ്ങനെ ആയിരിക്കും വിക്രമിനോട് പറയുന്നത്.
അങ്ങനെ പിന്നീട് നമ്മുടെ വേദ ഗർഭിണിയാകുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഒരുപാട് സീൻസ് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ വേദയും വിക്രമും തമ്മിൽ തെറ്റിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ വിക്രമിൻ്റെ കുഞ്ഞിനെ വേദ പ്രസവിക്കുന്നതൊന്നും വിക്രം അറിയുന്ന പോലും ഇല്ലായിരിക്കും കേട്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ആ കുഞ്ഞിനൊരു 10 വയസ്സൊക്കെ ആയതിനു ശേഷമായിരിക്കും വിക്രം തൻ്റെ കുഞ്ഞാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിരിക്കും കേട്ടോ തമിഴിൽ സ്റ്റോറി മുൻപോട്ട് പോകുന്നത്. അതേ രീതിയിൽ തന്നെയായിരിക്കും മലയാളത്തിലും പോകുന്നത്. അങ്ങനെ എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.